എന്റെ പിഷാരടി കരുണ കാണിക്കൂ. 24ലേക്ക് നോക്കൂ. നോക്കി ഇപ്പോൾ പിഷാരടി എന്തെങ്കിലും മൊഴിയാനുള്ള സാധ്യതയുണ്ട്. ആ നാവിൽ നിന്ന് എന്തെങ്കിലും ഊർന്നു വീഴാനുള്ള സാധ്യത നമ്മൾ കാണുന്നു. എന്റെ പിഷാരടി വേഗം മൊഴിയും. ശ്രീകണ്ഠ സാർ അവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ശ്രീകണ്ഠ സാർ, എൻ്റെ ഒരു പ്രാർത്ഥന മഴ വരുന്നതാണ്. കാരണം മഴയെങ്ങാൻ പെയ്താല് അത് ഷാഫിയും രാഹുലും കൂടെ മുൻകൂട്ടി നിശ്ചയിച്ച തിരക്കഥ പ്രകാരം പെയ്തതാണെന്നൊക്കെ പറഞ്ഞോളെ. ഇവർക്ക് തിരക്കഥ എഴുതാൻ അറിയാമെന്നും കൂടെ മനസ്സിലാക്കിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. ഇത്രയും മഴ എന്തായാലും പെയ്യില്ല പിഷാരടി. ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. കാണുന്നില്ലേ? ഞാൻ കേട്ടു എല്ലാം കേട്ടു. ടി വി കാണുന്നതിനേക്കാളും വലിയ ആവശ്യമാണ് ഇവിടെ ഉള്ളത്. രാഹുൽ എത്ര ഭൂരിപക്ഷത്തിൽ ജയിക്കും? അല്ല, ഞാൻ പലതവണ പറഞ്ഞു, ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ കിട്ടിയാൽ എന്റെ പ്രവചനം തെറ്റിപ്പോവും. അതുകൊണ്ട് കേട്ടെ. ഇപ്പൊ വലിയ വിവാദങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ സന്ദീപ് വാര്യർ വന്നതൊക്കെ വലിയ വിവാദമായി BJP ക്യാമ്പ് പ്രവർത്തി കാണിക്കുന്നു. അതൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അത് വലിയ വിവാദമായിട്ടൊന്നും കാണിക്കണ്ടല്ല. സന്ദീപ് വാര്യർ വന്നത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പല കാരണങ്ങൾ അച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ എനിക്ക് സീറ്റ് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ വന്നില്ല എന്നുള്ളൊരു ഒറ്റ വരി തീരുന്ന ഉത്തരത്തിലല്ല വന്നിരിക്കുന്നത്. വ്യക്തമായ കാര്യങ്ങൾ നാളുകളായിട്ട് എടുത്തൊരു തീരുമാനമായിട്ടാണ് അത് കാണുന്നത്. അദ്ദേഹം വന്ന ഉടനെ അപ്പം തന്നെ കളർ മുക്കി നമ്മുടെ സ്ഥാനാർത്ഥിയായി നമ്മൾ ഇട്ടിട്ടില്ല അല്ലേ? അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒക്കെ മാറുന്ന സ്വാധീനം എല്ലാവരുടെയും വ്യക്തിപരമായ കാര്യങ്ങളാണ്. ആർക്ക് വേണേലും പാർട്ടി മാറുകയൊക്കെ ചെയ്യാം, അതിന് തെറ്റൊന്നുമില്ല. പക്ഷേ എനിക്ക് മാറിയ ആളെ ഓർത്തല്ല, എനിക്ക് ആ പാർട്ടിയുടെ അവസ്ഥ ഓർത്താണ് സങ്കടം. സ്വന്തം ചിഹ്നത്തിൽ നല്ലൊരാളെ നിർത്താൻ പറ്റാത്തൊരവസ്ഥ അവിടുത്തെ അണികൾക്കുണ്ടാവില്ല. അതാണ് ക്യാമറയിലേക്ക് നമ്മുടെ നേരെ നോക്കാൻ പറയൂ. നേരെ ഇങ്ങോട്ട് മുന്നോട്ട് നോക്കിയാൽ നമുക്ക് തമ്മിലൊന്ന് കാണാൻ പറ്റും, പ്രേക്ഷകർക്കൊന്ന് കാണുകയും ചെയ്യും. വേഗം ഒന്ന് പറഞ്ഞു കൊടുക്കും. നന്നായി, അതാപ്പം നന്നായി. ഓക്കെ, താങ്ക് യു രമേഷ് പിഷാരടി. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ, മുനവർ അലി ശിഹാബ് തങ്ങൾ, സന്ദീപ് വാര്യർ തുടങ്ങിയ നേതൃനിര, PC വിശ്വനാഥ് ഉണ്ട് ഈ സംഘത്തിൽ. അതുപോലെ ഇപ്പോൾ C കൃഷ്ണകുമാറിന്റെ യാത്ര അല്ലെ വാഹന വ്യൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയും വലിയ ആവേശക്കുറവില്ല. ശോഭാ സുരേന്ദ്രൻ, ബിപിൻ സി വിജയൻ നമുക്കൊപ്പം ചേരുന്നു. ബിപിൻ സി വിജയൻ, PK കൃഷ്ണദാസ് ഉണ്ട്, അതുപോലെ തന്നെ തുഷാർ വെള്ളാപ്പള്ളിയുണ്ട്. എല്ലാ സമുന്നതരായ നേതാക്കന്മാരും C കൃഷ്ണകുമാറിന് ഇത്രയും 3 മുന്നണികളും ഒപ്പത്തിനൊപ്പം ഇത്രയും ആവേശത്തോടെ നിന്ന ഒരു കുട്ടിക്കലാശം ഒരുപക്ഷെ പാലക്കാടിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എല്ലാ രാഷ്ട്രീയ സമവാക്യങ്ങളും കടന്ന് ഒരു കുട്ടിക്കലാശമാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് നിന്ന് പാലക്കാട് കോട്ട ആര് പിടിക്കുമെന്നറിയാൻ ഒരു ദിവസം നമ്മൾ 23-ാം തീയതി മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ. എന്നാൽ പോലും 20-ാം തീയതി പാലക്കാട്ടെ ബോളിംഗ് ബൂത്തിലേക്ക് പാലക്കാട് കടക്കുമ്പോൾ ഈ കൊട്ടിക്കലാശത്തിലൂടെ ആളുകൾ കാണിച്ച ആവേശം പ്രതിഫലിക്കുന്നു എന്ന് നമുക്കറിയാൻ കഴിയും. രമേഷ് പിഷാരയുടെ ഏറ്റവും വലിയ പടി മഴ പെയ്ത് കളയുന്നു അല്ലേ? ഓക്കെ, തീർച്ചയായിട്ടും എവിടെ നിന്നുള്ള കാഴ്ചകളാണ് വിമൻ പകർത്തി കാണിക്കുന്നത്. നമ്മുടെ പ്രേക്ഷകരെല്ലാം ആവേശത്തിലാണ്. യൂട്യൂബിൽ നമ്മളൊരു സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണെന്ന്. അവർക്കുള്ള രാഷ്ട്രീയ ആഭിമുഖ്യം അനുസരിച്ചുള്ള സ്ഥാനാർത്ഥികൾ ആര് വിജയിക്കണം, എന്തുകൊണ്ട് വിജയിക്കണം, എങ്ങനെ വിജയിക്കണം എന്നുള്ള കാര്യം രേഖപ്പെടുത്താൻ നമ്മുടെ പ്രിയപ്പെട്ട 24ന്റെ യൂട്യൂബ് പ്രേക്ഷകർക്ക് സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ രേഖപ്പെടുത്തിക്കോളൂ. നിങ്ങളുടെ ആശയും നിങ്ങളുടെ അഭിലാഷവും നിങ്ങളുടെ ആവേശവും അതുപോലെ നിങ്ങളുടെ ചൂടും ചൂരും ഈ കുട്ടിക്കലാശ സമയത്ത് ഞാൻ യൂട്യൂബിലൂടെ കാണുന്നു. UDF, LDF, NDA എന്നിങ്ങനെ പല രാഷ്ട്രീയ കക്ഷികളോടും താല്പര്യമുള്ള പ്രേക്ഷകർ പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ ആരോഗ്യകരമായിരിക്കണം. S വിജയകുമാർ നേരത്തെ തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആഷ്മി താജ് ഇബ്രാഹിം നമുക്കൊപ്പം ചേരുന്നു. പ്രേക്ഷകൻ പറയുന്നത് ആഷ്മി എവിടെ നിന്നാലും തല പൊങ്ങി നിൽക്കും, തലതൊട്ടപ്പനാണ്, തലപ്പൊക്കമുള്ള ആളാണ്. തലപ്പൊക്കക്കാരൻ വേഗം പറയൂ. പാലക്കാടിന്റെ ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. BJPയുടെ ക്യാമ്പിലാണ് നിൽക്കുന്നത്. BJPയുടെ ക്യാമ്പിൽ ഇവിടെ താളമേളം, ഒരു വലിയ താളമേളം നടക്കാനുള്ള ഇവിടെ സ്ത്രീകളുടെ താളമേളം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ അല്പസമയത്താണ് വേലാമുറിയിൽ നിന്ന് BJPയുടെ റോഡ് ഷോ ഇങ്ങോട്ട് വരാൻ പോകുന്നത്. ആ റോഡ് ഷോയെ വരവേൽക്കുന്ന ഒരുക്കങ്ങൾ ഇവിടെ പൂർത്തിയായിരിക്കുന്നു. അപ്പോൾ നമ്മൾ ക്യാമ്പിൽ കണ്ടു, അവിടുത്തെ കോൺഗ്രസ് ക്യാമ്പിൽ UDF ക്യാമ്പിൽ കണ്ടതുപോലെ വലിയ നൂറുകണക്കിന് പ്രേക്ഷകർ ഇങ്ങോട്ട് BJPയുടെ ഈ ഭാഗത്തേക്ക് വരുന്നത്. ഇവിടെ വനിതകൾ മാത്രം നയിക്കുന്ന ഒരു താളമേള കച്ചേരിയോട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ BJPയുടെ കുടികൾ അവിടെ ചാക്യാൻ അവിടെ ഉണ്ട്. അങ്ങനെ പല രീതിയിൽ അങ്ങനെ ചെണ്ടമേളം, താളമേളം, ഒക്കെ അങ്ങനെ ഇവിടെ പാലക്കാട് ഓരോരോ ക്യാമ്പിലും UDF ആവട്ടെ, LDF ആവട്ടെ, NDA ക്യാമ്പ് ആവട്ടെ അതവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ തന്നെ ഈ പറയുന്ന മേലാമുറിയിൽ BJP പാലക്കാട് കോട്ട പിടിക്കാനുള്ള ആവേശം നിറഞ്ഞ കുട്ടിക്കലാസിന്റെ ആദ്യ എപ്പിസോഡാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മേഘക്കിരികൾക്കിടയിലൂടെയുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണിച്ചു തരുന്നു. ആകാശ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാം. പാലക്കാട് യഥാർത്ഥത്തിൽ 3 മുന്നണികളും ചരിത്രത്തിൽ ആദ്യമായി ഒരേ ശക്തിയോടെ ഏറ്റുമുട്ടുന്ന അപൂർവമായ കാഴ്ചയ്ക്കാണ് ഇന്ന് പാലക്കാട് സാക്ഷ്യം വഹിക്കുന്നത്. ജനസാഗരമാകാൻ പോകുന്നു. ഈ 3 മുന്നണികളുടെയും ആളുകൾ അവിടെ സംഗമിക്കുന്നതോടെ പൂഴിയിട്ടാൽ വീഴാത്തത്ര ജനസാഗരം കൊണ്ട് പാലക്കാട് ഇമ വെട്ടാൻ കഴിയാത്ത രീതിയിൽ, കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിൽ പാലക്കാട്
ചെറുപ്പക്കാരെ നമുക്ക് കാണാൻ കഴിയും. ഈ വലിയ ആവേശം നിറച്ചാണ് മൂന്ന് മുന്നണികളും ഈ കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കുന്നത്. നമ്മുടെ പ്രതികളെല്ലാം ഈ ജനക്കൂട്ടത്തിന് നടുവിലാണ്. നിങ്ങൾക്കറിയാം, ഈ വളരെ താളങ്ങളും മേളങ്ങളും ഒക്കെ മുറി വരുന്ന ഈ വേളയിൽ ഇവർക്ക് പലർക്കും നമ്മൾ പറയുന്നത് സ്റ്റുഡിയോയിൽ നിന്നുള്ള കമാൻഡുകൾ കേൾക്കാൻ കഴിയുന്നില്ല എന്ന് എനിക്കറിയാം. എന്നിരുന്നാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളെ ഏറ്റവും സ്പോട്ടിൽ നിന്നുള്ള തത്സമയ വിവരങ്ങൾ കൂടി നമ്മുടെ പ്രതിനിധികൾ നൽകും.